So in the previous class we have discussed we have found the solution for equation number 5. So in today's class we are going to find the equation for solution for equation number 6. So what is equation number 6? G double dot minus c square kg is equal to 0. Equation number 6 is g double dot minus c square kg is equal to 0. We have to find the solution of this equation, means we have to find the value of g. We have to find the value of g, that is we have to find an equation for g of t. Okay, so we already got k as the possible values for k are negative integers. For positive and 0 will get u0, that is deflection 0. So we have neglected that two cases. So we have the value for k as minus p square, and also we got k as minus n pi p as we got the value for p as n pi by l, so that k is equal to minus n pi by l whole square. So if you substitute in the equation g double dot minus c square kg is equal to 0. If you substitute the value of k, if you substitute this value of k in the equation number 6, what will get? G double dot plus lambda square g is equal to 0, where lambda n is lambda n square, lambda n is cn pi by l. After substituting in the equation number 6 these values, will get g double dot plus lambda n square g is equal to 0, where lambda n is given by cn pi by l. So the general solution of this equation is given by like this. Same as in the case of f. We got the general solution is a cos px plus b sin px. So now we, for g we have just changed the constant. We just change the constant. In the case of f, the constant were e and b. Now just we have changed the constant as cn and bn stars. Okay, so the general solution of this equation is given by gn of t is equal to bn into cos lambda nt plus bn star sin lambda n t. I written here n because there is n in lambda n, isn't it? This entire equation, ഈ complete equation ഏതിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്? എന്നിൻ്റെ വാല്യൂൻ്റെ മുകളിലാണ് ഡിപ്പെൻഡൻ്റ്. എന്ന് മാറിക്കൊണ്ടിരിക്കും. So that's why we have just taken ഇതൊരു ജസ്റ്റ് നൊട്ടേഷൻ ആണ്. ജി എൻ എന്നുള്ളത് ഒരു ജസ്റ്റ് നൊട്ടേഷൻ ആണ്. അത് ജി ഓഫ് ടി തന്നെയാണ്. ജസ്റ്റ് അതിന് ജസ്റ്റ് നൊട്ടേഷൻ ആയിട്ട് ഞങ്ങൾ ജി എൻ ഓഫ് ടി ആണ് എടുത്തത്. ജി എൻ ഓഫ് ടി എടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ എൻ ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷനിൽ എൻ ഉണ്ട് അല്ലേ, ലാംഡ എന്നിൽ നിങ്ങൾ നോക്കിയാൽ സി എൻ പൈ ബൈ എൽ. അപ്പോൾ എന്നിൻ്റെ വാല്യൂസ് മാറിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചേഞ്ച് 1 2 3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൊണ്ടാണ് എന്തെടുത്തത് ജി എൻ എന്നെടുത്തത്. അപ്പോൾ ജി എന്ന് കിട്ടി. ജി എൻ ഓഫ് ടി ഈസ് ബി എൻ കോസ് ലാംഡ എൻ ടി പ്ലസ് ബി എൻ സ്റ്റാർ സൈൻ ലാംഡ എൻ ടി. അപ്പോൾ ഇതെന്താണ്? ഇത് ഇക്വേഷൻ നമ്പർ 6ൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? എഫ് എൻ ഓഫ് എക്സ് കിട്ടി, ജി എൻ ഓഫ് ടി കൂടി കിട്ടി, രണ്ടും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ യു എൻ ഓഫ് ടി ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. നിങ്ങൾ എന്താണ് അസ്യൂം ചെയ്തത്? സ്റ്റെപ്പ് 1 എന്താണ് അസ്യൂം ചെയ്തത്? യു ഓഫ് എക്സ് ടി, അതായത് 1 ഡയമെൻഷൻ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി ഫോമിലാണ് ഉള്ളത് എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എഫ് എൻ ഓഫ് എക്സ് ഇൻറ്റു ജി എൻ ഓഫ് ടി ആണുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്പോൾ കിട്ടിയ എഫ് എൻ ഓഫ് എക്സിൻ്റെതും ജി എൻ ഓഫ് ടീൻ്റെതും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുക? അത് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്താണ്? ഇത് ജി എൻ ഓഫ് ടി ആണ്, ഇത് എഫ് എൻ ഓഫ് എക്സ് ആണ്. അതിലേക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ യു എൻ ഓഫ് എക്സ് ടി ഇസ് ഗിവൻ ബൈ bn cos lambda nt plus bn star sin lambda nt of sin n pi by x sin n pi by l x. അവിടെ n എന്താണ്? the values of n are given by 1 2 3 etc. അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക്
u1 u2 u3 ഇങ്ങനെ കിട്ടും. എന്നിന് വേറെ വേറെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് 1 2 3 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u1 ഓഫ് എക്സ് ടി u2 ഓഫ് എക്സ് ടി ഇങ്ങനെ നിങ്ങൾക്ക് കുറേ വാല്യൂസൊക്കെ കിട്ടും. അപ്പോൾ ദീസ് ഫങ്ഷൻസ്, ഈ യുഎൻസ്, ദീസ് ഫങ്ഷൻസ് ആർ കോൾഡ് ഐഗൺ ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ്, അതായത് യുഎൻസിനെയാണ് പറയുന്നത് ഐഗൺ ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ. ആൻഡ് ദ വാല്യൂസ്, ഇപ്പോൾ ലാംഡ എന്നുള്ളത് സി എൻ പൈ ബൈ എൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലാംഡ എന്നുള്ളത് സി എൻ പൈ ബൈ എൽ ആണ്. ആ വാല്യൂസ്, ലാംഡ എൻ വാല്യൂസിന് ഐഗൺ വാല്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ദി വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ലാംഡ, ഈ എന്നിന് വേറെ വേറെ നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഈ എന്നിന് വേറെ വേറെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ഇങ്ങനെ കുറേ വാല്യൂസ് കിട്ടും. അപ്പോൾ ഈ വാല്യൂസിനൊക്കെ ഈ സെറ്റിന് എന്താ പറയുന്നത്, ഇത് സെറ്റ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ഈസ് കോൾഡ് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷനിൻ്റെ ഇത് സൊല്യൂഷൻ കിട്ടി. ബട്ട് ഈ സൊല്യൂഷൻ എന്താണ്, ഇത് ബൗണ്ടറി കണ്ടീഷൻസിനെ മാത്രമാണ് ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ഇതുവരെ ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടില്ല, ബൗണ്ടറി കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് കാണേണ്ടത്, സ്റ്റെപ്പ് 3, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് കാണേണ്ടത്, ആ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. അതായത് എങ്ങനെയാണ് ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ കൂടി എന്താക്കണം, നമ്മൾ ആ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ആ സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കണം, ഇനീഷ്യൽ കണ്ടീഷനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ട്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൂപ്പർ പൊസിഷൻ. എന്താണ് പറയുന്നത്, എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്, ഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് നിങ്ങൾ ആഡ് ആക്കി. അതായത് സം ഓഫ് ഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഇസ് ആൾസോ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ യുഎൻസ് എന്നുള്ളത് എന്താണ്, സൊല്യൂഷനാണ്. u1 ഈസ് എ സൊല്യൂഷൻ, u2 ഓഫ് എക്സ് ടി ഇസ് ആൾസോ സൊല്യൂഷൻ. ഇങ്ങനെ ഇതൊക്കെ സൊല്യൂഷൻസ് ആണ്. ബട്ട് ഈ സൊല്യൂഷൻ എന്താണ്, ബൗണ്ടറി കണ്ടീഷൻസിന് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സൊല്യൂഷൻസിനെ ആഡ് ആക്കിയാൽ, അതായത് സം ഓഫ് ദി ഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഇസ് ആൾസോ എ സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷൻസ് നിങ്ങൾ ആഡ് ആക്കിയെങ്കിൽ എന്താണ് കിട്ടുന്ന ആൻസർ കൂടി എന്താണ്, ആ ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സോ വി ആർ കൺസിഡറിങ് ദിസ് സം, ഈ ആ യുഎൻസിൻ്റെ സമ്മ് കൺസിഡർ ആക്കാം. സമേഷൻ യു ഓഫ് എക്സ് ടി എന്നാണ് അത് എടുത്തത്, ജസ്റ്റ് നൊട്ടേഷൻ യു ഓഫ് എക്സ് ടി എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആ യുഎൻസിൻ്റെ സം എടുക്കാം. സം ഓഫ് n is equal to 1 to infinity un of xt, that is summation n is equal to 1 to infinity bn cos lambda nt plus bn star sin lambda nt into sin n pi by l x. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് കാണേണ്ടത്, ഇപ്പോൾ ഇത് സൊല്യൂഷനാണ്. ഇതെന്താണ്, ഇത് ഇനീഷ്യൽ കണ്ടീഷൻസിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. ഇക്വേഷൻ നമ്പർ 3യിൽ 3a 3b എന്താണ്, 2 ഇനീഷ്യൽ കണ്ടീഷനാണ്. അതിൽ 3a എന്താണ്, വാട്ട് ഈസ് ഇക്വേഷൻ നമ്പർ 3a എന്താണ്, ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ അതായത് യു ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരുന്നു അല്ലേ. ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്നുള്ളതിന് നിങ്ങൾ എഫ് ഓഫ് എക്സ് ആണ് എടുത്തത്. സോ യു ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 12 നിന്നും ഈ ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്നും എന്താണ് കിട്ടുന്നത്, അങ്ങനെയാണ് ഈ യു ഓഫ് എക്സ് 0, അതായത് ടിയുടെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ നമ്പർ 12 ടിയുടെ പ്ലേസിൽ ഈ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം യു ഓഫ് എക്സ് 0 ആണ് ഉള്ളത് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ടിയുടെ പ്ലേസിൽ എന്താ, ഈ 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 12 ടിയുടെ പ്ലേസിൽ നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും, യു ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു വിൽ ഗെറ്റ് ദിസ് വൺ, summation n is equal to 1 to infinity bn cos lambda n t ആയിരുന്നു ഉണ്ടായി. സോ കോസ് ലാംഡ n 0 ആവും, ടീൻ്റെ പ്ലേസിൽ 0. സോ അപ്പോൾ ഇങ്ങനെ ടീൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നിങ്ങൾ സൈൻ 0 എന്നുള്ളത് ഉണ്ടാവും 0, കോസ് 0 എന്നുള്ളത് 1 ആവും. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്, യു ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity ഓഫ് bn sin n pi by l
എക്സ്, അതായത് ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആണ്. പിന്നെ ഇത് 1 ആണ്. പിന്നെ ബി എൻ ഇൻറ്റു ദിസ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ്, ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്തുകൊണ്ടാണ്? കാരണം യു ഓഫ് എക്സ് 0 എന്നുള്ളത് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. യു ഓഫ് എക്സ് 0 ഈസ് എഫ് ഓഫ് എക്സ്. സോ വി ഹാവ് ദിസ് ഈസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതെന്താണ്? ഇത് ഫോറിയർ സീരീസ് ആണല്ലേ. ഇത് നിങ്ങൾ നോക്കിയാൽ ഇതെന്താണ് ആക്ച്വലി? ഫോറിയർ സീരീസ് സൈൻ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് നോക്കി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ എക്സ് എന്നുള്ളത് ഫോറിയർ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ഫോർമുലയാണ്. അപ്പോൾ അതിൽ കോയിഫിഷ്യൻ്റ് എന്താണ്? ഈ ബി എൻ കോയിഫിഷ്യൻ്റ് എന്താണ്? വാല്യൂ 2/π ഇൻറ്റഗ്രേഷൻ 0 to π എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ആണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ബേസിക് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് അതിന് നിങ്ങൾ ഇത് കമ്പയർ ചെയ്താൽ ഈ കോയിഫിഷ്യൻ്റ് എന്നുള്ളത് എന്തായിരിക്കണം? കോയിഫിഷ്യൻ്റ് എന്തായിരിക്കണം? കോയിഫിഷ്യൻ്റ് മസ്റ്റ് ബി ബി എൻ ഇസ് ഈക്വൽ ടു 2/L ഇൻറ്റഗ്രേഷൻ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആയിരിക്കണം കോയിഫിഷ്യൻ്റ് ഫോറിയർ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസിൻ്റെ. അപ്പോൾ ഇതിൽ ബി എൻ എന്നുള്ളത് കിട്ടി അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതിന് ഇപ്പോൾ നിങ്ങൾ ഇനീഷ്യൽ കണ്ടീഷൻ 3A സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കിട്ടിയതാണ് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ. അതേപോലെ രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ കൂടി ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? യു ടി ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി അല്ലേ. ജി ഓഫ് ടി ആയിരുന്നു. അപ്പോൾ അതുകൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് യു ടി എന്ന് വെച്ചാൽ യു ടി ഓഫ് എക്സ് 0 എന്നാണ് ഉള്ളത് സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ യു ടി എന്ന് വെച്ചാൽ ഡോ യു ബൈ ഡോ ടി ആണ് അല്ലേ. ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. യു ടി ഓഫ് എക്സ് 0 എന്ന് വെച്ചാൽ ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡോ യു ബൈ ഡോ ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ. അപ്പോൾ യു എന്താണ്? യു ഇതാണ് അല്ലേ. യു ഇതാണ്. അപ്പോൾ ഡോ യു ബൈ ഡോ ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ, അതായത് ഇതിൽ ഓരോ ടെർമിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഇതിൽ ഓരോ ടെർമിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഇപ്പോൾ യുവിൻ്റെ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഡോ യു ബൈ ഡോ ടി ആണ് ചെയ്യുന്നത്. യു ഇതാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഔട്ട് സൈഡിലുള്ള സൈൻ എൻ പൈ ബൈ എൽ എക്സ് എന്നുള്ളത് അതിൽ ടി ഇല്ല അല്ലേ. ടി ഇല്ല അവിടെ. സോ അതെന്തായി? എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലുള്ള ടെർമിൻ്റെ ഡിഫറൻസിയേഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഈ ടെർമിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? കോസിൻ്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ ലാംഡ എൻ ഇൻറ്റു ലാംഡ എൻ. അതേപോലെ സൈനിൻ്റെ ഡിഫറൻസിയേഷൻ കോസ് ലാംഡ എൻ ടി ഇൻറ്റു ലാംഡ എൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഡിഫറൻസിയേഷൻ ചെയ്താൽ സോ വിൽ ഗെറ്റ് ദിസ് വൺ. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾക്ക് എവിടെയാണ്? ടി 0യിലാണ് വേണ്ടത്. അപ്പോൾ ടി 0 ആകുമ്പോൾ സൈൻ 0 ഈ ടേം 0 ആയി. അതേപോലെ ഇവിടെ എന്താണ്? കോസ് ലാംഡ എൻ 0. അപ്പോൾ കോസ് 0 1 ആവും. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാക്കി ഉണ്ടാവുക? ഇത്ര മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. ബി എൻ സ്റ്റാർ ലാംഡ എൻ സൈൻ എൻ ബൈ എക്സ് ബൈ എൽ ആണ് ബാക്കി ഉണ്ടാവുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് അല്ലേ. നിങ്ങൾ ഇനീഷ്യൽ കണ്ടീഷൻസിൽ യു ടി ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് എടുത്തത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ഇതെന്താണ്? ഇത് വീണ്ടും എന്താണ്? ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണ്. ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണ്. അപ്പോൾ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസിൽ ഈ കോയിഫിഷ്യൻ്റ് എന്നുള്ളത് എന്താവണം? ഇപ്പോൾ മുകളിൽ എഴുതിയ പോലെ തന്നെയാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഫോർമുല ഇതാണ്. ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ്. ഇത് നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്നുള്ളത് ഈ കോയിഫിഷ്യൻ്റ് അതായത് ബി എൻ സ്റ്റാർ ലാംഡ എൻ എന്നുള്ളതിൻ്റെ വാല്യൂ ഇതാണ് കിട്ടുക. 2/L ഇൻറ്റഗ്രേഷൻ 0 to L ജി ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ വേർ ലാംഡ എൻ സി എൻ പൈ ബൈ എൽ. അപ്പോൾ ലാംഡ എന്നിൻ്റെ
എൻ്റെ വാല്യൂ നമുക്കറിയാം. ലാംഡ എന്താണ് CN pi by L. അതിൻ്റെ ലാംഡ എന്ന വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുക? Bn star into CN pi by L is equal to 2 by L integration 0 to L g of x sin n pi x by L ആണ് dx ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് Bn star ആണ് അല്ലേ? അപ്പോൾ Bn star അപ്പോൾ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്താവും? ഇത് 2 by CN pi ആവും. കാരണം ഈ എല്ലും ഈ എല്ലും ക്യാൻസൽ ആവും. സോ റിമൈനിങ് ഇസ് 2 by CN pi into integration 0 to L g of x sin n pi x by L dx. അപ്പോൾ നമുക്ക് ഈ ഫോറിയർ സീരീസിൽ അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇത് ഈ ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞു. അതേപോലെ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടിയൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ Bn-ഉം Bn സ്റ്റാറിൻ്റെതും വാല്യൂസൊക്കെ കിട്ടിയല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് Bn-ൻ്റെ വാല്യൂ കിട്ടി. അതേപോലെ രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ Bn സ്റ്റാർ കിട്ടി. അപ്പോൾ ഈ Bn-ഉം Bn സ്റ്റാറിൻ്റെതൊക്കെ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേണ്ട സൊല്യൂഷൻ കിട്ടും. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് Bn-ൻ്റെ Bn സ്റ്റാറിൻ്റെ വാല്യൂസൊക്കെ ഈക്വേഷൻ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് വേണ്ട വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ 1-ൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്. സോ ഇതാണ് ഡെറിവേഷൻ ഓഫ് സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഇക്വേഷൻ.